ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിയും ചിലവർക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് ചൊറിയുടെ പ്രശ്നങ്ങളുണ്ട് കാലിന്റെ ഈ രണ്ട് മടമ്പിലും. അപ്പൊ അവരൊക്കെ ചെറിയ ഇതൊക്കെ കാണിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ചിലപ്പം പിന്നെ തണുപ്പ് കാലത്ത് പിന്നെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവര് ചെറുത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവളതും അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങ് കൂടി ഒരു സമയമാകുമ്പോഴത്തേക്ക് 2022 ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പേ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയേക്ക്. വെള്ളം ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് കാണാൻ വൃത്തികേടാണ്. ഒരു ചെരുപ്പിടാൻ പറ്റൂല, പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ട്. അപ്പൊ അതെങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ദിശേനെ കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്കൊരു PCOD പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് വലിയൊരു ഇതും പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ വെച്ചാല് ദിശേന്റെ ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ അനിയന്റെ വൈഫ് എന്നുള്ള രീതിയിലല്ല അറിയുള്ളൂ. സത്യം അതെ, നമുക്ക് അറിയില്ല. അത് ഞാൻ അങ്ങനെ ഇതാക്കി പറഞ്ഞതല്ല. നമ്മൾ അടുപ്പമുള്ള ആൾക്കാർക്കാണ് നമ്മളെ സത്യത്തിൽ നമ്മളെ എത്ര ടാലന്റഡ് ആണെങ്കിലും ഏത് രീതിയിൽ ടാലന്റഡ് ആണെങ്കിലും അംഗീകരിക്കാൻ കുറച്ച് ടൈം എടുക്കുക അല്ലെ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, കണ്ടിന്യൂ. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാലിന്റെ ചൊറി അശേഷം മാറി എന്ന് പറയാം. എന്നുവെച്ചാല് കാലിന്റെ പാട് പോലും കാണാതായി.